നമസ്കാരം. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ വ്യാപാര സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ ദുരൂഹതയുണ്ടോ എന്നതിൽ അന്വേഷണം നടക്കുകയാണ്. തീ ആദ്യം പടർന്നെന്ന് കരുതുന്ന ടെക്സ്റ്റൈൽസിലെ വ്യാപാര പങ്കാളികൾ തമ്മിൽ 1.5 മാസം മുമ്പ് സംഘർഷമുണ്ടായതായാണ് വിവരം. കത്തി നശിച്ച വ്യാപാര സ്ഥാപനത്തിന്റെ മുൻ പാർട്ണറും ഇപ്പോഴത്തെ പാർട്ണറും തമ്മിലുള്ള തർക്കത്തെക്കുറിച്ചാണ് പോലീസ് അന്വേഷണം. കത്തി നശിച്ച ടെക്സ്റ്റൈൽസിന്റെ പാർട്ണർമാർ തമ്മിലുള്ള തർക്കമാണോ തീപിടുത്തത്തിന് പിന്നിലെന്നാണ് പോലീസ് വിശദമായി അന്വേഷിക്കുന്നത്. നിലവിൽ കോട്ടോളി സ്വദേശിയായ മുകുന്ദന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ടെക്സ്റ്റൈൽസ്. ഇതിന്റെ മുൻ പങ്കാളിയായിരുന്നു പ്രകാശനും മുകുന്ദനും തെറ്റിപ്പിരിഞ്ഞു. പിന്നീട് പ്രകാശൻ മറ്റൊരു ടെക്സ്റ്റൈൽസ് ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ഇരുവരും തമ്മിൽ ചില കാര്യങ്ങളിൽ തർക്കമുണ്ടായിരുന്നു. ഇതിന്റെ പേരിൽ പ്രകാശൻ മുകുന്ദനെ കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു. കേസിൽ പ്രകാശൻ ഇപ്പോഴും റിമാൻഡിൽ കഴിയുകയാണ്. ഇരുവരും തമ്മിലുള്ള തർക്കമാണോ ഇന്നലത്തെ തീപിടുത്തത്തിന് പിന്നിലെന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. നിർമ്മാണത്തിലിരുന്ന കെട്ടിടങ്ങൾ ഇരുവരും പരസ്പരം തകർത്തിരുന്നു. ഇരുവരും തമ്മിലുള്ള തർക്കത്തിന്റെ തുടർച്ചയാണോ ഇപ്പോഴത്തെ സംഭവത്തിന് പിന്നിലെന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. മുകുന്ദന്റെ ഉടമസ്ഥതയിലുള്ള ടെക്സ്റ്റൈൽസ് ആണ് ഇന്നലെ കത്തി നശിച്ചത്. ഇന്നലെ വൈകിട്ടാണ് തീപിടുത്തമുണ്ടായത്. കരിപ്പൂർ എയർപോർട്ടിലെ സ്പെഷ്യൽ ഫയർ യൂണിറ്റുകൾ അടക്കമെത്തി 5.5 മണിക്കൂറോളം നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീ അണച്ചത്. സംഭവത്തിൽ കോടികളുടെ നഷ്ടമാണ് ഉണ്ടായത്. ഒഴിവു ദിവസമായതിനാൽ ആളപായം ഉണ്ടായില്ല. അതേസമയം കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ വ്യാപാര സമുച്ചയത്തിലുണ്ടായ വൻ തീപിടുത്തത്തിന് കാരണം വൈദ്യുതി ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട്. തീപിടുത്തമുണ്ടായ സ്ഥലത്ത് ഇന്ന് രാവിലെ ജില്ലാ കളക്ടർ അടക്കം വരെ എത്തി പരിശോധിച്ചിരുന്നു. ഫോറൻസിക് വിദഗ്ധർ അടക്കം സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട്. ഫയർഫോഴ്സിന്റെ പരിശോധനയും നടക്കും. സ്കൂൾ തുറക്കുന്ന കാലമായതിനാൽ ടെക്സ്റ്റൈൽസിൽ വലിയ രീതിയിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. 2 നിലയിലും കോംപ്ലക്സിൽ 50ഓളം കടകളും സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ഒഴിപ്പിച്ചതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. സംഭവത്തിൽ 2 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2007 ഏപ്രിലിൽ മിഠായി തെരുവിലെ പടക്കക്കടയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 8 പേർ മരിച്ച ദുരന്തത്തിന് ശേഷം കോഴിക്കോട് നഗരത്തിലുണ്ടായ വൻ തീപിടുത്തമായിരുന്നു ഇത്. കോഴിക്കോട് നഗരത്തിൽ 5 മണിക്കൂർ പരിശ്രമിച്ചിട്ടും തീ അണയ്ക്കാൻ സാധിക്കാത്തത് അനുഭവത്തിൽ നിന്ന് സർക്കാർ സംവിധാനങ്ങൾ പാഠങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണെന്നാണ് BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബു കുറ്റപ്പെടുത്തുന്നത്. മിഠായി തെരുവ് തീപിടുത്തത്തിൽ നിന്നും മെഡിക്കൽ കോളേജിൽ അടുത്തുണ്ടായ തീപിടുത്തത്തിൽ നിന്നും പാഠം പഠിക്കാത്ത സർക്കാരാണിതെന്നും അദ്ദേഹം ആരോപിച്ചു. അതേസമയം സർക്കാർ വിഷയത്തെ ഗൗരവമായി കാണുന്നുണ്ടെന്നും സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും മന്ത്രി AK ശശീന്ദ്രൻ പറയുന്നുണ്ട്. ഏത് ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടെങ്കിലും നടപടി സ്വീകരിക്കും. ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാത്തതിനാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും AK ശശീന്ദ്രൻ പറഞ്ഞു. കോഴിക്കോട് ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ തീപിടുത്തത്തിൽ വലിയ നഷ്ടമാണ് കെട്ടിടത്തിലെ വ്യാപാരികൾക്കുണ്ടായത്. ഏറ്റവും താഴത്തെ നിലയിൽ ഇരുഭാഗത്തുമായി 40 ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. ഇവിടേക്ക് തീ പടർന്നില്ലെങ്കിൽ കടകൾ തുറക്കാൻ അനുമതിയില്ല. ഇതോടെ ലോട്ടറി വിൽപ്പനക്കാരടക്കമാണ് പ്രതിസന്ധിയിലായത്.